ചെയ്യുന്നത് തെറ്റാണ്, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ല എന്നറിയാമായിരുന്നിട്ടും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു തരം ബുദ്ധിമുട്ടുണ്ടാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറ്റബോധമല്ല, അതിനു മുമ്പുള്ള ഒരു മെൻ്റൽ ഡിസ്കംഫർട്ട്. ഇതിനെ പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് ഡിസോണൻസ്. നമ്മുടെ അറിവിനും വിശ്വാസങ്ങൾക്കും വാല്യൂസിനും ഒക്കെ എതിരായി നമ്മൾ തന്നെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്. ഉദാഹരണമായി, നിങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് സ്ഥിരമായി കുടിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ. ഏതോ ഒരു പോയിന്റ് എത്തിയപ്പോൾ നിങ്ങൾ അറിയാണ് ഇത് കുടിക്കുന്നത് അത്ര നല്ലതല്ല, ആരോഗ്യത്തിന് ഇത് സാരമായി ബാധിക്കുമെന്ന്. ഇതറിയുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, വാങ്ങുന്നു, കുടിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇതറിഞ്ഞതിന് ശേഷം വല്ലപ്പോഴുമെങ്കിലും ബ്രെയിൻ ഓർമ്മിപ്പിക്കും ഇത് നല്ലതല്ല എന്ന്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിത് കുടിക്കുന്നുണ്ട്, നല്ല മധുരമുണ്ട്, തണുപ്പുണ്ട്, കുടിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതേസമയം ഇത് നല്ലതല്ല എന്ന നോളജും ബ്രെയിന് തന്നുകൊണ്ടിരിക്കുന്നു. ദിസ് ക്രിയേറ്റ്സ് ഇൻകൺസിസ്റ്റൻസി. ആ ഇൻകൺസിസ്റ്റൻസിയിൽ നിന്നുണ്ടാവുന്നതാണ് ഈ ഡിസ്കംഫർട്ട്. ഈ ഡിസ്കംഫർട്ട് മാറാൻ പല വഴികൾ നമ്മൾ തന്നെ ചെയ്യും കേട്ടോ. ഒന്ന്, ഈ തോട്ടിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മറ്റേതിനെ ഇഗ്നോർ ചെയ്യുക, അല്ലെങ്കിൽ തോട്ടിനെയും ആക്ഷനെയും മാച്ച് ആക്കുക. അപ്പോൾ ഡിസ്കംഫർട്ട് പോകും. പക്ഷേ ഇത് രണ്ടും അല്ലാതെ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒന്നുണ്ട്. ദാറ്റ് ഈസ് റാഷണലൈസിങ്. മാസത്തിൽ ഒന്നല്ലേ കുടിക്കുന്നുള്ളൂ, കുടിച്ചാലും ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, ചെക്കപ്പിൽ ഇപ്പോൾ പ്രശ്നമൊന്നും കണ്ടില്ലല്ലോ, എത്രയോ പേര് കുടിക്കുന്നു, ഒരു ജീവിതമല്ലേ ഉള്ളൂ, അപ്പോൾ ഇതൊക്കെ കുടിക്കണ്ടേ. ഇതുപോലെ റാഷണലൈസ് ചെയ്ത് കോഗ്നിറ്റീവ് ഡിസോണൻസിലെ ഡിസ്കംഫർട്ട് ഇല്ലാതെയാക്കാനാണ് മിക്കവരും ശ്രമിക്കുന്നത്. ഇത് സോഡ ഡ്രിങ്ക്സിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ ഇഞ്ചുറിയസ് ടു ഹെൽത്ത് സംഭവങ്ങളിലും, ടോക്സിക് റിലേഷൻഷിപ്സിലും, ചില വിശ്വാസങ്ങളിലും ഒക്കെ എവിഡൻസ് സഹിതം കാണിച്ചാലും നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുകയും റാഷണലൈസ് ചെയ്യുകയും ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഡിസോണൻസിൽ നിന്നുണ്ടാവുന്ന ഡിസ്കംഫർട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതില്ലാതെ ആവാനുള്ള ഏറ്റവും എഫക്റ്റീവ് വേ ഈസ് ടു സീക്ക് ദ ട്രൂത്ത്. ബി ഇറ്റ് എ പേഴ്സൺ, നോളജ്, ബിലീഫ്, എന്തു തന്നെയാണെങ്കിലും സത്യാവസ്ഥ പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുക.